ചെല്ലാനം ഹാർബറിൽ മത്സ്യത്തൊഴിലാളികൾക്കും വള്ളങ്ങൾക്കും ടോൾ ഏർപ്പെടുത്തിയ നടപടിയിലുള്ള പ്രതിഷേധം മൂന്നാം ദിവസത്തിലേക്ക്. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ അനിശ്ചിതകാല സമരം നടത്തുന്നത്. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. സമരത്തിന്റെ ഭാഗമായി ചെല്ലാനം ഫിഷിംഗ് ഹാർബറിൽ നിന്നും വള്ളങ്ങളൊന്നും കഴിഞ്ഞ ദിവസവും കടലിൽ പോയിട്ടില്ല. ഇന്നലെ രാവിലെ 7-ന് ആരംഭിച്ച സമരം പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയിലെ ടോളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ സമരം ചെയ്യാം. ആ സമരം ചിലപ്പോൾ BOT പാലം അതിന്റെ ടെസ്റ്റ് ഡോസ് ആകുക. ആ ടെസ്റ്റ് ഡോസ് പൊളിഞ്ഞ അവസാനം നിർത്തേണ്ടി വന്നു. അത് വേറെ പ്രശ്നം, കോടതിയൊക്കെ ഇടപെട്ടു, ജനങ്ങളുടെ സമരമുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയ ടോളുകൾ വന്നു. കുമ്പളത്ത് ടോൾ വന്നു, പാലിയക്കര ടോൾ വന്നു, ഇനിയിപ്പോ വരാപ്പുഴ ടോൾ വരാൻ പോകും. ടോള് കേരളം മുഴുവൻ വരാൻ പോവാം. 30 ടോൾ ബൂത്തുകൾ വരും. ഇന്നലെ ഒരു സുഹൃത്ത് പറഞ്ഞത്, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു കാർ ഓടിച്ചു പോയാൽ അയാൾ ഏതാണ്ട് 5000 രൂപ ടോൾ, 4000 രൂപ ടോൾ കൊടുക്കേണ്ടി വരും. തൊഴിലാളികൾക്കും വള്ളങ്ങൾക്കും ഏർപ്പെടുത്തിയ ട്രോൾ ആരംഭത്തിൽ തന്നെ എടുത്തു മാറ്റണമെന്നും കടൽ മത്സ്യത്തൊഴിലാളിയുടെ അന്നമാണെന്നും ആ കടലിലേക്ക് പോകാനുള്ള അനുവാദം നിഷേധിക്കുന്ന സർക്കാർ നിലപാട് തികച്ചും അംഗീകരിക്കാനാവില്ലെന്നും CR നീലകണ്ഠൻ പറഞ്ഞു. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഷിജി തയ്യിൽ അധ്യക്ഷത വഹിച്ചു. കച്ചവടം ചെയ്തു പോകാനാണ് ആ വകുപ്പ്, അത് അവരുടെ വീട്ടിലിരിക്കുകയുള്ളൂ. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി തന്നാണെങ്കിൽ അതിനെ ഞങ്ങൾ ശക്തമായി എതിർത്തുകൊണ്ട് ഇത് മത്സ്യത്തൊഴിലാളി തന്നെ ഇത് ഉപയോഗിക്കും. അത് ടോള് കൊടുത്തുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ ജനിച്ചു വളർന്ന ഈ മണ്ണിൽ, ഞങ്ങൾ ഇത് പരമ്പരാഗതമായി പണിയെടുത്തുകൊണ്ടിരുന്ന ഈ മണ്ണിൽ ഞങ്ങൾ ടോൾ കൊടുക്കണമെങ്കിൽ അത് ഞങ്ങളുടെ വീട്ടിൽ കയറുന്നതിന് ടോൾ കൊടുക്കുന്നത് പോലെ ഇരിക്കും. അതേസമയം ടോളിനെതിരെ ചെല്ലാനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ കൊച്ചി നിയോജക മണ്ഡലം ചെയർമാൻ ജോൺ പഴേരി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി VS പൊടിയൻ, ഫാദർ ജോൺ കളത്തിൽ, PV വിൽസൺ, ജയൻ കുന്നേൽ, ജോസഫ് അറക്കൽ, ഫ്രാൻസിസ് കളത്തിങ്കൽ, ചിന്നാപ്പോൾ, ഇക്സ് ജോസഫ്, ഷെറിൻ വർഗീസ്, ജോസഫ് മാർട്ടിൻ, സുനിത സിബി, VT ആന്റണി, പീറ്റർ ഷീൻ, MR അശോകൻ, അലക്സ് ചാരങ്കാട്ട് എന്നിവർ സംസാരിച്ചു. മത്സ്യബന്ധനവും മീൻപിടുത്തവും കച്ചവടവും ആയിട്ടൊക്കെ പോകുന്ന സ്ഥലമാണ്. എന്ത് സുരക്ഷയാണ്? ഇത്രയും രൂപ ഈ പാവപ്പെട്ടവർ എവിടുന്ന് കൊടുക്കും? അതൊരു അനീതിയല്ലേ? ശാസ്ത്രീയമായിട്ടൊരു മിനിമം ഇതിൽ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്ന സ്ഥലമല്ലേ? 20 ലക്ഷത്തിന് പിടിച്ചവർ ഇപ്പോൾ ഈ കൊല്ലം 70 ലക്ഷം 65 ലക്ഷം പിടിച്ചുകൊണ്ട് വന്നിട്ട് അത്രയും പണം ജനത്തിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടി ടോള് ഇൻക്രീസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് എവിടെ നടക്കുന്ന നീതിയാണ്? ഇത് അശാസ്ത്രീയമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ. ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പും ഡൗൺലോഡ് ചെയ്യൂ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ. നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണ്.